ഹായ് ഫ്രണ്ട്സ്, PSC ലേണിംഗ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ സിലബസിൽ നിന്നും സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് പഠിക്കുന്നത്. ഹോട്ട് ടോപ്പിക് ക്ലാസ്സുകളാണ്. SCERT, NCERT ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് അദ്ദേഹത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ചത്. രണ്ടാമത്തെ ചോദ്യം: 1940 ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ വിനോബ ഭാവയ്ക്ക് ശേഷം അടുത്ത സത്യാഗ്രഹിയായി അറസ്റ്റ് വരിച്ച് ജയിലിലായത് ആരാണ്? 1940 ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ വിനോബ ഭാവയ്ക്ക് ശേഷം അടുത്ത സത്യാഗ്രഹിയായി അറസ്റ്റ് വരിച്ച് ജയിലിലായ വ്യക്തി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. മൂന്നാമത്തെ ചോദ്യം: ഗാന്ധിജിയുടെ ശേഷിയുള്ള കരങ്ങൾ എന്നറിയപ്പെട്ടത് ആരാണ്? ഗാന്ധിജിയുടെ ശേഷിയുള്ള കരങ്ങൾ എന്നറിയപ്പെട്ടത് ആരാണ്? അലി സഹോദരന്മാരെയാണ് ഗാന്ധിജിയുടെ ശേഷിയുള്ള കരങ്ങൾ എന്ന് അറിയപ്പെട്ടത്. അടുത്തത് നാലാമത്തെ ചോദ്യമാണ്: അറ്റ് ദി ഫീറ്റ് ഓഫ് മഹാത്മാഗാന്ധി എന്ന പുസ്തകം രചിച്ച മുൻ രാഷ്ട്രപതി ആരാണ്? അറ്റ് ദി ഫീറ്റ് ഓഫ് മഹാത്മാഗാന്ധി എന്ന പുസ്തകം രചിച്ച മുൻ രാഷ്ട്രപതി ആരാണ്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എഴുതിയ പുസ്തകമാണ് അറ്റ് ദി ഫീറ്റ് ഓഫ് മഹാത്മാഗാന്ധി എന്ന പുസ്തകം. അഞ്ചാമത്തെ ചോദ്യം: ഐത്തോച്ചാടനം ലക്ഷ്യമിട്ട് 1932 ഗാന്ധിജി രൂപവൽക്കരിച്ച സംഘടന ഏതാണ്? ഐത്തോച്ചാടനം ലക്ഷ്യമിട്ട് 1932 ഗാന്ധിജി രൂപവൽക്കരിച്ച സംഘടന ഏതാണ്? ഉത്തരം അഖിലേന്ത്യാ ഹരിജൻ സമാജം. ആറാമത്തെ ചോദ്യമാണ് അടുത്തത്: അരുണ ആസിഫ് അലിയെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധി. നമുക്കറിയാം, ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ നായിക ആരാണ്? അരുണ ആസിഫ് അലിയാണ്. അരുണ ആസിഫ് അലിയെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. അടുത്തത് ഏഴാമത്തെ ചോദ്യം: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞത് ആരാണ്? നമുക്കറിയാം, ഗാന്ധിജിയുടെ ഒരു വാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി പറഞ്ഞ അവസരം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിലാണ് ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന വാക്യം പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം: നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞുപോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഏതവസരത്തിലാണ് നെഹ്റു ഇപ്രകാരം പറഞ്ഞത്? ഉത്തരം ഗാന്ധിജി അന്തരിച്ചപ്പോൾ നെഹ്റു പറഞ്ഞതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് പറഞ്ഞത്. ഒൻപതാമത്തെ ചോദ്യം: നിങ്ങൾ എന്തെങ്കിലും നടപ്പിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവന്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക എന്നാവശ്യപ്പെട്ട വ്യക്തി ആരാണ്? ഉത്തരം ഗാന്ധിജി. അടുത്തത് പത്താമത്തെ ചോദ്യം: ബാപ്പുജി എന്ന പ്രശസ്തമായ പെയിന്റിംഗ് വരച്ചത് ആരാണ്? നന്ദലാൽ ബോസ്. ബാപ്പുജി എന്ന പ്രശസ്തമായ പെയിന്റിംഗ് വരച്ചതാരാണ്? നന്ദലാൽ ബോസ്. 11ാമത്തെ ചോദ്യം: ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസ്മരിക്കാതിരിക്കാൻ പുരാതന കാലം മുതൽക്കേ പ്രജകൾക്ക് അവകാശമുണ്ട്. ഏത് സമരത്തിന് മുമ്പാണ് ഗാന്ധിജി വൈസ്രോയ്ക്ക് ഇപ്രകാരം കത്തെഴുതിയത്? ഉത്തരം
നിസ്സഹരണ പ്രസ്ഥാനം. ശ്രദ്ധിക്കുക, ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസ്മരിക്കാതിരിക്കാൻ പുരാതന കാലം മുതൽക്കേ പ്രജകൾക്ക് അവകാശമുണ്ട്. ഏത് സമരത്തിനു മുമ്പാണ് ഗാന്ധിജി വൈസ്രോയ്ക്ക് ഇപ്രകാരം കത്തെഴുതിയത്? ഉത്തരം, നിസ്സഹരണ സമരം. 12ാമത്തെ ചോദ്യം. പ്രയത്നശീലർ ഒരിക്കലും അശക്തരാവുകയില്ല എന്ന് പറഞ്ഞതാരാണ്? പ്രയത്നശീലർ ഒരിക്കലും അശക്തരാവുകയില്ല എന്ന് പറഞ്ഞതാരാണ്? ഉത്തരം, മഹാത്മാഗാന്ധി. 13ാമത്തെ ചോദ്യം. നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം? ചൗരി ചൗര സംഭവം. 1922 നടന്ന ചൗരി ചൗര സംഭവമാണ് നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം. 14ാമത്തെ ചോദ്യം. നീലം കർഷകരുടെ കഷ്ടപ്പാടുകൾ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി 1916 ലക്നൌവിൽ വെച്ച് അദ്ദേഹത്തെ സമീപിച്ച നീലം കർഷകൻ ആരാണ്? നീലം കർഷകരുടെ കഷ്ടപ്പാടുകൾ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനായി 1916 ലക്നൌവിൽ വെച്ച് അദ്ദേഹത്തെ സമീപിച്ച നീലം കർഷകൻ ആരാണ്? ഉത്തരം, രാജ്കുമാർ ശുക്ല. രാജ്കുമാർ ശുക്ല. 15ാമത്തെ ചോദ്യം. നീലം കൃഷിക്കായി മഹാത്മാഗാന്ധി സമരം നടത്തിയ ചമ്പാരൻ ഏതു സംസ്ഥാനത്തിലാണ്? നീലം കർഷകർക്കായി മഹാത്മാഗാന്ധി സമരം നടത്തിയ ചമ്പാരൻ ഏതു സംസ്ഥാനത്താണ്? ഉത്തരം, ബീഹാർ. ഉത്തരം, ബീഹാർ. 16ാമത്തെ ചോദ്യം. പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു, അമൃതസർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞതാരാണ്? ഉത്തരം, മഹാത്മാഗാന്ധി. 17ാമത്തെ ചോദ്യം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ താൽപര്യപ്രകാരം അവതരിപ്പിക്കപ്പെട്ട പൂർണ്ണ ദേശീയ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന പ്രമേയം ആരുടെ എതിർപ്പ് മൂലമാണ് തിരസ്കരിക്കപ്പെട്ടത്? ഉത്തരം, മഹാത്മാഗാന്ധി. 18ാമത്തെ ചോദ്യം. 1948 ജനുവരി 20 ഗാന്ധിജിയെ ബോംബ് പ്രയോഗിച്ച് വധിക്കാൻ ശ്രമിച്ചത് ആരാണ്? 1948 ജനുവരി 20 ഗാന്ധിജിയെ ബോംബ് പ്രയോഗിച്ച് വധിക്കാൻ ശ്രമിച്ചത് ആരാണ്? ഉത്തരം, മദൻലാൽ പഹ്വ. മദൻലാൽ പഹ്വ. 19ാമത്തെ ചോദ്യം. അഭയ സാധക് എന്ന് ഗാന്ധിജി ആരെയാണ് വിശേഷിപ്പിച്ചത്? അഭയ സാധക് എന്ന് ഗാന്ധിജി ആരെയാണ് വിശേഷിപ്പിച്ചത്? ഉത്തരം, ബാബ ആംദെ. ഉത്തരം, ബാബ ആംദെ. 20ാമത്തെ ചോദ്യം. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം, വിൻസ്റ്റൺ ചർച്ചിൽ. 21ാമത്തെ ചോദ്യം. 1936 ശിവപ്രസാദ് ഗുപ്ത വാരണാസിയിൽ നിർമ്മിച്ച ഭാരത് മാതാ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഉത്തരം, മഹാത്മാഗാന്ധി. 22ാമത്തെ ചോദ്യം. മഹാത്മാഗാന്ധി വധത്തിന് പിന്നാലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് 1966 നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ആരാണ്? മഹാത്മാഗാന്ധി വധത്തിന് പിന്നാലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് 1966 നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? ഉത്തരം, കപൂർ കമ്മീഷൻ. ഉത്തരം, കപൂർ കമ്മീഷൻ. 23ാമത്തെ ചോദ്യം. കയ്യൂക്കിനെതിരെയുള്ള ഈ സമരത്തിൽ തനിക്ക് ലോകത്തിൻ്റെ പിന്തുണ ആവശ്യമുണ്ട് എന്ന് ഗാന്ധിജി പറഞ്ഞത് ഏതവസരത്തിലാണ്? കയ്യൂക്കിനെതിരെയുള്ള ഈ സമരത്തിൽ തനിക്ക് ലോകത്തിൻ്റെ പിന്തുണ ആവശ്യമുണ്ട് എന്ന് ഗാന്ധിജി പറഞ്ഞത് ഏതവസരത്തിലാണ്? ഉത്തരം, ദണ്ഡി മാർച്ച്. ഉത്തരം, ദണ്ഡി മാർച്ച്. അടുത്തത് 24ാമത്തെ ചോദ്യം. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയൻ. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയൻ. ഉത്തരം, മഹാത്മാഗാന്ധി. 25ാമത്തെ ചോദ്യം. മഹാത്മാഗാന്ധി നേതാവായിരിക്കെ നടന്ന സമരങ്ങളിൽ ഏറ്റവും അക്രമാസക്തമായത് ഏതായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. മഹാത്മാഗാന്ധി നേതാവായിരിക്കെ നടന്ന സമരങ്ങളിൽ ഏറ്റവും അക്രമാസക്തമായത് ഏതായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. അടുത്ത ചോദ്യം. സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ആരാണ്? മഹാത്മാഗാന്ധി. സബർമതിയിലെ സന്യാസി ആരാണ്? മഹാത്മാഗാന്ധി. 27ാമത്തെ ചോദ്യം. ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാവ് എന്ന് വിളിച്ചതാരാണ്? ഗാന്ധിജിയെ
ആദ്യമായി മഹാത്മാവ് എന്ന് വിളിച്ചത് ആരാണ്? ടാഗോറാണ്. രവീന്ദ്രനാഥ് ടാഗോറാണ് ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാവ് എന്ന് വിളിച്ചത്. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധിയുടെ ദണ്ഡി യാത്രയെ മോശയുടെ ഇസ്രായേലിലേക്കു വേണ്ടിയുള്ള മോചനയാത്ര എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? PC റേ ആണ്. PC റേ. 29ാമത്തെ ചോദ്യം, ഗാന്ധി വധക്കേസിൽ പ്രതികളെ തൂക്കിലേറ്റിയ ജയിൽ. ഗാന്ധി വധക്കേസിൽ പ്രതികളെ തൂക്കിലേറ്റിയ ജയിൽ ഏതാണ്? അംബാല ജയിൽ, 1949. 30ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി വധക്കേസിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ച തീയതി. 1949 നവംബർ 8. മഹാത്മാഗാന്ധി വധക്കേസിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ച തീയതി 1949 നവംബർ 8. 31ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി വധത്തെ ലോകചരിത്രത്തിലെ രണ്ടാമത്തെ ക്രൂശിക്കൽ എന്ന് പ്രമുഖ പ്രസംഗത്താളിൽ വിശേഷിപ്പിച്ച പത്രം. ഹിന്ദുസ്ഥാൻ ടൈംസ്. ഉത്തരം ഹിന്ദുസ്ഥാൻ ടൈംസ്. മഹാത്മാഗാന്ധി വധത്തെ ലോകചരിത്രത്തിലെ രണ്ടാമത്തെ ക്രൂശിക്കൽ എന്ന് മുഖപ്രസംഗത്താളിൽ വിശേഷിപ്പിച്ച പത്രം ഏതാണ്? ഹിന്ദുസ്ഥാൻ ടൈംസ്. 32ാമത്തെ ചോദ്യം, ഗാന്ധിജിയെ ആഴത്തിൽ സ്വാധീനിച്ച ഇംഗ്ലീഷ് സാമൂഹിക പരിഷ്കർത്താവ്. ജോൺ റസ്കിൻ. ജോൺ റസ്കിൻ. 33ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി ദണ്ഡി യാത്ര ആരംഭിച്ച സ്ഥലം. മഹാത്മാഗാന്ധി ദണ്ഡി യാത്ര ആരംഭിച്ച സ്ഥലം അഹമ്മദാബാദ്. ഉത്തരം അഹമ്മദാബാദ്. 34ാമത്തെ ചോദ്യം, ആരുടെ കേസ് വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത്? സേട്ട് അബ്ദുള്ള. ആരുടെ കേസ് വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത്? സേട്ട് അബ്ദുള്ള. 35ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധിയുടെ മകനായ ദേവദാസ് ഗാന്ധി ഏത് പ്രസിദ്ധനായ നേതാവിൻ്റെ മകളെയാണ് വിവാഹം കഴിച്ചത്? സി രാജഗോപാലാചാരി. 36ാമത്തെ ചോദ്യം, ഗാന്ധിജി ആകെ എത്ര ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്? 2338 ദിവസം. 37ാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ ആത്മകഥ ഏത് പ്രസിദ്ധീകരണത്തിലാണ് ആദ്യം അച്ചടിച്ചത്? ഗാന്ധിജിയുടെ ആത്മകഥ ആദ്യം ഏത് പ്രസിദ്ധീകരണത്തിലൂടെയാണ് അച്ചടിച്ചത്? ഉത്തരം നവജീവൻ. ഉത്തരം നവജീവൻ. 38ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധിയുടെ ജോഹന്നാസ്ബർഗിലെ വീടിൻ്റെ പേര്? ദി ക്രാൽ. 39ാമത്തെ ചോദ്യം, ആരോടൊപ്പം ചേർന്നാണ് ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്? മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും. ആരോടൊപ്പം ചേർന്നാണ് ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്? മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും. 40ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം 1916 കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ ആരാണ് നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത്? ബ്രിജ് ബാബു കിഷോർ പ്രസാദ്. ബ്രിജ് ബാബു കിഷോർ പ്രസാദ്. 41ാമത്തെ ചോദ്യം, കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. 42ാമത്തെ ചോദ്യം, മരണസമയത്ത് ഗാന്ധിജിയുടെ ഒപ്പമുണ്ടായിരുന്ന ശിഷ്യർ മനു, ആഭ എന്നിവരാണ് ഉണ്ടായിരുന്നത്. 43ാമത്തെ ചോദ്യം, അസ്പൃശ്യത നിലനിന്നാൽ ഹിന്ദു മതം മരിക്കും എന്ന് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധി. 44ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എവിടെ നിന്നാണ്? സബർമതി ആശ്രമത്തിൽ നിന്നാണ്. 45ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി വധക്കേസിൻ്റെ ട്രയൽ നടന്നത് എവിടെയാണ്? മഹാത്മാഗാന്ധി വധക്കേസിൻ്റെ ട്രയൽ നടന്നത് എവിടെയാണ്? ഡൽഹിയിലെ ചെങ്കോട്ടയിൽ സജ്ജീകരിച്ച പ്രത്യേക കോടതിയിൽ വെച്ചാണ് മഹാത്മാഗാന്ധി വധക്കേസിൻ്റെ ട്രയൽ നടന്നത്. 46ാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ എന്ന പ്രയോഗം ഗാന്ധിജിയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചത് ആരാണ്? ക്വിറ്റ് ഇന്ത്യ എന്ന പ്രയോഗം ഗാന്ധിജിയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചത് ആരാണ്? യൂസഫ് മൊഹറലിയാണ്. 47ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട അനാസക്തി ആശ്രമം എവിടെയാണ്? മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട അനാസക്തി ആശ്രമം എവിടെയാണ്? ഉത്തരം ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡാണ് ഉത്തരം.
48ാമത്തെ ചോദ്യം. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഗാന്ധിജി അറസ്റ്റ് ചെയ്തപ്പോൾ അടയ്ക്കപ്പെട്ട ജയിൽ ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അടയ്ക്കപ്പെട്ട ജയിൽ ഏതാണ്? അഖാഖാൻ കൊട്ടാരം, പൂനെ. 49. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ മ്യൂസിയം ഏതാണ്? ഗുജറാത്തിലെ ദണ്ഡി ഖുഡീർ ആണ് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ മ്യൂസിയം. 50ാമത്തെ ചോദ്യം. ഏതു നേതാവിൻ്റെ രംഗപ്രവേശനമാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ വൻതോതിലുള്ള ജനകീയ പങ്കാളിത്തത്തിന് അവസരമൊരുക്കിയത്? ഏതു നേതാവിൻ്റെ രംഗപ്രവേശനമാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ വൻതോതിലുള്ള ജനകീയ പങ്കാളിത്തത്തിന് അവസരമൊരുക്കിയത്? ഉത്തരം മഹാത്മാഗാന്ധി. 51ാമത്തെ ചോദ്യം. മഹാത്മാഗാന്ധിയുടെ നിര്യാണവേളയിൽ മരണത്തിനു മുന്നിൽ ഒരഭിപ്രായ വ്യത്യാസവുമില്ല എന്ന് പ്രസ്താവിച്ചത് ആരാണ്? മുഹമ്മദ് അലി ജിന്ന. ഉത്തരം മുഹമ്മദ് അലി ജിന്ന. 52ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഒപ്പീനിയൻ്റെ ആദ്യ പത്രാധിപർ ആരാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ്റെ ആദ്യ പത്രാധിപർ ആരാണ്? മൻസൂർ ഖാൻ നാസർ. 53. മഹാത്മാഗാന്ധിയിലൂടെ പ്രചാരം നേടിയ ദരിദ്രനാരായണൻ എന്ന പ്രയോഗത്തിൻ്റെ ആവിഷ്കർത്താവ് ആരാണ്? സ്വാമി വിവേകാനന്ദൻ. മഹാത്മാഗാന്ധിയിലൂടെ പ്രചാരം നേടിയ ദരിദ്രനാരായണൻ എന്ന പ്രയോഗത്തിൻ്റെ ആവിഷ്കർത്താവ് ആരാണ്? സ്വാമി വിവേകാനന്ദൻ. 54ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ സാധാരണക്കാരുടെ വേഷമേ ഇനി ധരിക്കൂ എന്ന തീരുമാനം ഗാന്ധിജി എടുത്തത് എവിടെ നിന്നാണ്? മധുരയിൽ വെച്ചാണ്, 1921. 55ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രഖ്യാപിച്ച മഹാൻ ആരാണ്? മഹാത്മാഗാന്ധി. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രഖ്യാപിച്ച മഹാൻ ആരാണ്? മഹാത്മാഗാന്ധി. 56ാമത്തെ ചോദ്യം. റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട് ഏത് തീയതിയിലാണ് രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തത്? 1919 ഏപ്രിൽ 6. റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട് ഏത് തീയതിയിലാണ് രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തത്? 1919 ഏപ്രിൽ 6. 57ാമത്തെ ചോദ്യം. എത്ര വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ താമസിച്ചത്? 21 വർഷം. 58ാമത്തെ ചോദ്യം. ഏതു സംഭവത്തിൽ പ്രതിഷേധിക്കാനാണ് ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് തിരിച്ചു നൽകിയത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് എന്ന പദവി തിരിച്ചു നൽകിയത്. 59ാമത്തെ ചോദ്യം. ഇന്ത്യ വിഭജനം ഒഴിവാക്കുന്നതിന് ജിന്നയ്ക്ക് പ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്യാൻ മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ പ്രേരിപ്പിച്ച നേതാവ് ആരാണ്? മഹാത്മാഗാന്ധി. 60ാമത്തെ ചോദ്യം. ഇൻ സെർച്ച് ഓഫ് ഗാന്ധി രചിച്ചത് ആരാണ്? റിച്ചാർഡ് അറ്റൻബറോ. ഇൻ സെർച്ച് ഓഫ് ഗാന്ധി രചിച്ചത് ആരാണ്? റിച്ചാർഡ് അറ്റൻബറോ. 61ാമത്തെ ചോദ്യം. രക്തമാംസങ്ങളിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് വരും. തലമുറ വിശ്വസിച്ചെന്ന് വരില്ല. ഗാന്ധിജിയെപ്പറ്റി ഇപ്രകാരം പറഞ്ഞത് ആരാണ്? ഐൻസ്റ്റീൻ ആണ്. 62ാമത്തെ ചോദ്യം. ഉപ്പു സത്യാഗ്രഹത്തിൽ ഗാന്ധിജിക്കൊപ്പം പങ്കെടുത്ത സന്നദ്ധ ഭടന്മാരുടെ എണ്ണം? 78. 63ാമത്തെ ചോദ്യം. ഏത് സ്ഥാപനത്തിൽ നിന്നാണ് ഗാന്ധിജി നിയമബിരുദം നേടിയത്? ലണ്ടനിലെ ഇന്നർ ടെമ്പിളിൽ നിന്നാണ് ഗാന്ധിജി നിയമബിരുദം നേടിയത്. ലണ്ടനിലെ ഇന്നർ ടെമ്പിൾ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഗാന്ധിജി നിയമബിരുദം നേടിയത്. 64ാമത്തെ ചോദ്യം. 64ാമത്തെ ചോദ്യം. മഹാത്മാഗാന്ധിജിയെ സ്വാധീനിച്ച ടോൾസ്റ്റോയുടെ രചന ഏതാണ്? ദി കിങ്ഡം ഓഫ് ഗോൾഡ് വിത്തിൻ യു. ദ കിങ്ഡം ഓഫ് ഗോൾഡ് വിത്തിൻ യു. 65ാമത്തെ ചോദ്യം. മഹാത്മാഗാന്ധിയെ വെടിവെച്ച ഗോഡ്സെയെ തത്സമയം കീഴ്പ്പെടുത്തി നിരായുധനാക്കി അധികൃതർക്ക് കൈമാറിയ അമേരിക്കൻ എംബസി ഉദ്യോഗസ്ഥൻ ആരാണ്? ഹെർബർട്ട് റെയ്നർ ജൂനിയർ. 66ാമത്തെ ചോദ്യം. ഏത് കൃതിക്ക് ഗാന്ധിജി രചിച്ച വ്യാഖ്യാനമാണ് അനാസക്തി യോഗം? ഭഗവത്ഗീത. 67ാമത്തെ ചോദ്യം. ആരുടെ 150ാമത്തെ ജന്മദിനത്തിലാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്? മഹാത്മാഗാന്ധി.
ആരുടെ 150ാമത്തെ ജന്മദിനത്തിലാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്? മഹാത്മാഗാന്ധി. 68ാമത്തെ ചോദ്യം. രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ആരെയാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? സുഭാഷ് ചന്ദ്രബോസ്. രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ആരെയാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? സുഭാഷ് ചന്ദ്രബോസ്. 69ാമത്തെ ചോദ്യം. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? രാമചന്ദ്ര ഗുഹ. 70ാമത്തെ ചോദ്യം. ഇംഗ്ലണ്ടിൽ ഗാന്ധിജി നിയമപഠനം നടത്തിയ വിദ്യാലയം? ഇന്നർ ടെമ്പിൾ. 71ാമത്തെ ചോദ്യം. ഏത് നേതാവിൻ്റെ മരണത്തെ തുടർന്നാണ് ഐക്യരാഷ്ട്രസഭ അതിൻ്റെ പതാക ചരിത്രത്തിൽ ആദ്യമായി പകുതി താഴ്ത്തിക്കെട്ടിയത്? ഉത്തരം മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ മരണത്തെ തുടർന്നാണ് ഐക്യരാഷ്ട്രസഭ പതാക ചരിത്രത്തിൽ ആദ്യമായി പകുതി താഴ്ത്തിക്കെട്ടിയത്. 72ാമത്തെ ചോദ്യം. ഇംഗ്ലണ്ടിൽ നിന്ന് ഗാന്ധിജി നേടിയ ബിരുദം? ബാരിസ്റ്റർ അറ്റ് ലോ. 73ാമത്തെ ചോദ്യം. ഉപ്പ് സത്യാഗ്രഹത്തിന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തപ്പെട്ടപ്പോൾ അടയ്ക്കപ്പെട്ട ജയിൽ ഏതാണ്? എദർവാദ. 74ാമത്തെ ചോദ്യം. വല്ലഭായി പട്ടേലിന് സർദാർ പദവി നൽകിയത് ആരാണ്? ഗാന്ധിജി. 75ാമത്തെ ചോദ്യം. ഗാന്ധി വധക്കേസിൽ ഗോഡ്സെയോടൊപ്പം തൂക്കിലേറ്റപ്പെട്ടത് ആരാണ്? ഉത്തരം നാരായണ ദത്താത്രേയ ആപ്തെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 75 ചോദ്യോത്തരങ്ങളാണ് പഠിച്ചത്. നമ്മുടെ സിലബസിനെ ബേസ് ചെയ്തും നോട്ടുകളിൽ നിന്നാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ 75 ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങളും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓരോ മാർക്കും നമുക്ക് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ 75 ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആക്കി തന്നെ നിങ്ങൾ എഴുതി വെച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസങ്ങളിൽ ബാക്കി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ടിടാം. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്